എല്ലാവർക്കും രേഖാസ് കിച്ചൻ വേണ്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൃഷിക്കാരൻ്റെ സ്വന്തം പയറ് കുത്തി കാച്ചി തന്നിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പയറ് കുത്തി കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പയർ എടുത്തിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തലേദിവസം കുതിരാൻ വെക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ 2 മണിക്കൂർ മുന്നും നമുക്കിത് വെള്ളത്തിലിട്ട് കുതിർത്താട്ടാം. ഇനി കുതിർത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കത് വെക്കാൻ പറ്റും. ഇപ്പോൾ കുതിർത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുക്കറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കുതിർത്തണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതെ, ഉള്ളി, ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഈ കുത്തിക്കാച്ചൽ എടുക്കുമ്പോൾ വെളുത്തുള്ളിയാണ് ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത്. അപ്പോഴാണ് ഈ കുത്തിക്കാച്ചലിനൊരു മണം ഉണ്ടാവുക. അപ്പോൾ തൃശ്ശൂർക്കാരൻ മെയിൻ പെട്ടതാണ്, നമ്മുടെ എവിടെ ഇല്ലാത്തതാണ് പരിപ്പ് കുത്തിക്കാച്ചിൽ, മുതിര കുത്തിക്കാച്ചിൽ, അതുപോലെ പയറ്, അങ്ങനെ കുത്തിക്കാച്ചിലുള്ള സംഭവം ഒക്കെ തൃശ്ശൂർക്കാരിയാണ് കേട്ടോ. അപ്പോൾ ഞാനും ഒരു തൃശ്ശൂർക്കാരാണ്. അപ്പോൾ നമ്മൾ അത് കാരണം ചുവന്നുള്ളി കുറവും വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തേക്കുന്നത് 1.5 ടീസ്പൂൺ ചതച്ച മുളകാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. പയറൊക്കെ നമുക്ക് നന്നായി കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ 2 വട്ടമൊക്കെ നമുക്കിത് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് അഴുക്കൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വല്ല കല്ലൊക്കെ ഉണ്ടെങ്കിൽ പോവാനും കൂടിയിട്ടാണ്. നമ്മൾ എന്തായാലും എന്ത് സാധനം കഴുകുമല്ലോ. അപ്പോൾ നമുക്ക് 2 വട്ടം ഒന്ന് കഴുകിയെടുക്കാം. പയർ ഇതേ വേവിക്കാനായിട്ട് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിലേക്ക് നമുക്ക് പയറൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പയറല്ലാതെ നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിൽ ഉപ്പാണ്. അപ്പോൾ നമുക്ക് കറിക്ക് നേരത്തെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ്. അപ്പോൾ നമുക്ക് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു തൽക്കാലം 1 ഗ്ലാസ് കാണിച്ചിട്ടുള്ളൂ. നമുക്ക് വെള്ളം വേണം, വെള്ളം അത് പോരായാണ്. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിത് ചാറിന് പോലെ നിൽക്കണം, അപ്പോഴാണ് കുത്തിക്കാച്ചലിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനതൊരു 2-2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പയറിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വെള്ളം ഒഴിച്ചേക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിലടിക്കണ വരയ്ക്ക് നോക്കാം. പയറിൻ്റെ വേവ് അനുസരിച്ച് നമുക്കിത് കൂട്ടിയും കുറച്ചും എടുക്കണം കേട്ടോ. അപ്പോൾ 4 വിസിലടിച്ചതിന് ശേഷം നമ്മളിതിൻ്റെ വിസിലൊക്കെ പോയിട്ട് തുറന്ന് നോക്കാം. വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പയറിന് നമുക്ക് ഏകദേശം അറിയാലോ എത്ര നോക്കുമ്പോൾ എത്ര വിസിൽ വേണ്ടി വരും നോക്കി. അപ്പോൾ അതിനനുസരിച്ച് അടിച്ചു കൊടുക്കാം കേട്ടോ. കുക്കറൊക്കെ ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കിത് വിസിലൊക്കെ അടിച്ച് വരട്ടെ. അതെ, നമ്മുടെ 4ാമത്തെ വിസിലാണ് കേട്ടോ അടിക്കുന്നത്. അപ്പോൾ ഞാനിത് സ്റ്റവൊക്കെ ഓഫാക്കി കൊടുക്കുകയാണ്. ഇത് നമ്മുടെ എയറൊക്കെ പോയതിന് ശേഷം നമുക്കിത് തുറന്നു നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതെ, നമ്മുടെ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് പയറ് വെന്തുണ്ടോ എന്നൊക്കെ നോക്കാം. നമുക്ക് പയറൊക്കെ എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പയറൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ നമുക്കറിയാം അതിന് വെന്തിട്ടില്ല. 4 വിസിലിൽ നമുക്ക് പോരാ. അപ്പോൾ നമുക്കൊരു 3 വിസിലും കൂടി അടിച്ചിട്ട് നിർത്താം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ പിടിക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണാതെ ചില പയർ വെന്തിട്ടുണ്ട്, ചിലത് വെന്തിട്ടില്ല. അപ്പം നമുക്കൊരു 3 വിസിലും കൂടി ആകുമ്പോൾ നമ്മുടെ എല്ലാ പയറും നന്നായി വെന്തിട്ടുണ്ടാവും. പിന്നെ നമുക്കിതിൽ ഉപ്പ് പോരങ്ങ നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ വീണ്ടും 3 വിസിലും കൂടിയും അടിച്ചിട്ട് നിർത്തി. ആ പയർ ഞാൻ വെന്തോന്നൊക്കെ നോക്കിയിട്ടാണ്. അപ്പം നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പ് പോരങ്ങൊക്കെ ഇട്ട് കൊടുക്കണേ മറക്കരുത്. അപ്പം ഉപ്പ് ഞാൻ ആദ്യം ഇട്ട് ഉപ്പ് കറക്റ്റ് പാകായിരുന്നു, അതുകൊണ്ട് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് ഇനി ഒരു ചെറിയൊരു പാത്രം, നമുക്കത് കാച്ചി ഒഴിക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തീയൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കാം. നമ്മൾ സ്റ്റൗവൊക്കെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നമുക്ക് കുറച്ചധികം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, എന്നാലാണ് നമ്മുടെ കറിക്കൊക്കെ ഒരു മണവും പിന്നെ നമ്മുടെ എന്താ പറയുക വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കണ പോലെ ഉണ്ടാവുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ വെളിച്ചെണ്ണയ്ക്ക് നല്ല പോലെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നല്ല പോലെ മൂത്ത് വരണം. അതായത് നല്ല ഗോൾഡൻ കളർ പോലെ ആവണം.
അതിന് ശേഷം വേണം നമുക്ക് മുളകൊക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മളിനി ഉപ്പിടാനൊക്കെ മറന്നു അല്ലെങ്കിൽ കുറച്ച് പോരായ രണ്ടാമത് ഇടാൻ മറന്നു കഴിഞ്ഞാൽ നമുക്കത് ഈ ഉള്ളിലേക്ക് മൂത്ത് ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉള്ളി അല്ലാതെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ നന്നായി കുറച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ചതച്ച മുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഈ മുളകൊക്കെ നല്ലപോലെ മൂത്ത് വരണം കേട്ടോ. മുളകല്ലാതെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീയൊക്കെ ഓഫാക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച നമ്മുടെ പയറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പയറിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളകല്ലാതെ ഞാൻ പയറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒന്ന് പകർത്താം. ഇങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ ഇതിൽ വെക്കുകയും ചെയ്യാം, അതല്ല പകർത്തി വെക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്കത് പകർത്താനും ചെയ്യാം കേട്ടോ. പയർ കറി ഞാനിത് ഒരു പാത്രത്തിലേക്ക് പകർത്തി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിത് പകർത്താൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവും ഇതേപോലെ വെളിച്ചെണ്ണയും ഇതൊക്കെ തെളിഞ്ഞത് ഇതേപോലെ നിൽക്കണം. അപ്പോഴാണ് ആ കൂട്ടാനൊരു മണമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിതേ വെള്ളത്തിൻ്റെ അളവൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പയറായാലും പരിപ്പായാലും കുത്തി കാച്ചുമ്പോൾ ഇതേപോലെ വെള്ളം നിൽക്കുമ്പോഴാണ് അതിനൊരു സ്വാദ്. പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരെ സ്വന്തമാണ് ഈ കുത്തിക്കാച്ചലൊക്കെ ഇട്ടാൽ. അപ്പോൾ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടണും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ. എല്ലാവരും ഇത് വെച്ചിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ.